എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം ടു ചാനൽ. ഞാൻ ഇന്ന് ഇവിടെ ഒരു ഫലൂദയാണ് ഉണ്ടാക്കുന്നത്. ഫലൂദ എന്ന് പറഞ്ഞാലേ ഐസ്ക്രീം ഫലൂദ അല്ല, ഇങ്ങനെ കുടിക്കുന്ന ഫലൂദ. അതിനൊന്നും ചെലവില്ലാതെ സിമ്പിൾ അടിപൊളിയായിട്ടുള്ളതാണ്. ഒരു പാക്കറ്റ് പാലിന് 100 ഗ്രാം പഞ്ചസാര അളവാണ്. അല്ല 10 ഗ്രാം അണ്ടിപ്പരിപ്പ്, 10 ഗ്രാം മുന്തിരിയ അത് പൊരിച്ച് പോയി ഒഴിക്കണം. എന്നിട്ട് കുറച്ച് മൈദ, 2 സ്പൂൺ മൈദ ലേശം പാലിന് വേറെ കലക്കി വെക്കണം. ഞാൻ മൈദ ഇല്ലാത്തതുകൊണ്ട് ആട്ടപ്പൊടിയാണ് കലക്കി വെച്ചത്. മൈദയിലായ നല്ല വെള്ള കളർ കാണും. ഇനി മിൽക്ക് മേഡ് ഒന്നും വേണ്ട, ഒന്നും ചെലവില്ലാണ്ട് സിമ്പിളായിട്ട് ആക്കാം. അടിപൊളി രസമാണ്. കുറച്ച് ഏലക്കായി പൊടിച്ചിടണം. ഇത് തളിച്ചിട്ടാകുമ്പോൾ ഒരു പഞ്ചസാര ഇട്ട് കഴിക്കുമ്പോൾ കലക്കി വെച്ചത് ഇതിലേക്ക് ഒഴിക്കണം. ഇത് ആട്ടപ്പൊടി കലക്കി വെച്ചത് മൈദ വേണ്ട. മൈദ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം മഴയത് പൊടി പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ആട്ടപ്പൊടി എടുത്തിരുതാ. ആട്ടപ്പൊടി നന്നായി കുറച്ച് പാലിങ്ങനെ കലക്കിയിട്ട്, ഇത്ര വേണ്ട, കുറച്ച് മതി, നന്നായി കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കണം. 2 സ്പൂൺ ആട്ടപ്പൊടി മതി. പഞ്ചസാര ഞാൻ 100 ഗ്രാം പഞ്ചസാര പറഞ്ഞിരുതാ. അതാണ് വേറെ തന്നെ വാങ്ങിയതാ. 100 ഗ്രാം പഞ്ചസാര ഇതിലേക്ക് ചേർന്നിട്ടാ. ഒരു നുള്ളിൽ പിഞ്ചുപ്പ്, കുഞ്ഞുപ്പിട്ട ഒരു നുള്ളൊരു മധുരത്തിന് ബാലൻസിനാണ് കേട്ടാ. ഇത് നന്നായി ഇളക്കണം. 50 ഗ്രാമാണ് ഒരു പാക്കറ്റ് പാലിന്. 50 ഗ്രാം സാബൂനരി വെള്ളത്തിൽ പൂത്തി കഴുകിയിട്ട് ഇതാക്കി അതിൽ തന്നെ ഇട്ടാൽ മതി. ഇതിൽ വേറെ ഒന്നും വേണ്ട, മിൽക്ക് മേഡ് വേണ്ട, ഒന്നും വേണ്ട. ഒരു സാധനം സിമ്പിളായിട്ട് വേഗം ആക്കാം. അരങ്ങും വന്ന അതിഥികൾക്കെല്ലാം ആയിക്കൊടുക്കുന്നത്. 2 സ്പൂണാണ്. ഞാൻ കുറച്ചധികം ഇപ്പൊരു കലക്കിയതാണ്. അത്ര മതി. ഇത് ബാക്കിയാണ്. ഏലക്കായി കുടിച്ചിട്ടിടല്, പൊടിച്ചിട്ടുണ്ട്. ഞാൻ പൊടിച്ചിട്ടിടുന്നത് തിരക്കിനതാ. ഏലക്കായി കുറച്ച് ഇതാക്കിയിടണം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും മിൽമയിലും പൊരിച്ചിട്ട് ഇതിലേക്ക് ഇടണം. ഇത് ഒരുപോലെ തളിച്ച ഉപ്പാക്കും. ഇത്രേ പണിയില്ല. പിന്നെ മിൽമ ഇട്ടൊരു സ്പൂൺ. ഇതിലിതാ 10 ഗ്രാം അണ്ടിപ്പരിപ്പ്, 10 ഗ്രാം മുന്തിരി. ഇതാ കണക്കായിട്ടാന്നുള്ളൂ. 10 ഗ്രാം അണ്ടിപ്പരിപ്പ്, 10 ഗ്രാം മുന്തിരി. എത്ര 10 ഗ്രാം അണ്ടിപ്പരിപ്പാണ് പൊരിച്ചിട്ടുണ്ടാവില്ല. ഒരു ചെലവിന് മിൽക്ക് വേണ്ട, വേറെ സാധനം വേണ്ട, ഒന്നും വേണ്ട. പാൽപ്പൊടി വേണമെങ്കിൽ 2 സ്പൂൺ അടിച്ച് കൂട്ടാട്ടാ. ഇങ്ങനെ കാച്ചിട്ട് ഇതിലേക്ക് അടിപൊളി പാലില്ല. കാണുമ്പോൾ തന്നെ കുടിക്കാൻ വേണം. ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ കാച്ചി വെച്ച് ആ ഏലക്കായുടെ മണം എന്തെങ്കിലും വന്നിട്ട് ഭയങ്കര. ഏലക്കായ 1 സ്പൂൺ തന്നെ കുടിച്ചിടണം കേട്ടാ. ഞാൻ കുറച്ച് വേദനക്കാലം ഇട്ടിട്ടുണ്ട്. ടീസ്പൂൺ തന്നെ ഇടണം. ടീസ്പൂൺ. മാഷാ അല്ലാഹ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ തരാവാ.